BJP എന്ത് ശ്രമിച്ചാലും അതിപ്പോൾ ഈ കുറുക്കനെ ആളുകൾക്ക് അറിയാലോ, അതുപോലെ BJPയെ കുറിച്ച് നാടിന് നല്ല ബോധ്യമുണ്ട്. പ്രത്യേകിച്ച് കേരളത്തിലെ ജനങ്ങൾ BJPയെ തടഞ്ഞു നിർത്തും. അവരെ സംബന്ധിച്ചിടത്തോളം, കേരളത്തിലെ ഭൂരിഭാഗം ജനങ്ങളെയും സംബന്ധിച്ചിടത്തോളം ഒരുമിച്ച് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. നല്ല കൂട്ടായ്മകൾ വളർന്നു വരണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. ഇവിടെ ഹിന്ദുവായും മുസൽമാനായും ക്രിസ്ത്യാനിയായും ഇതൊന്നുമല്ലാതെയും ആത്മാഭിമാനത്തോടെ സ്വാതന്ത്ര്യത്തോടെ ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന വലിയ വിഭാഗം ജനങ്ങളുള്ള നാടാണ് കേരളം. അതുകൊണ്ടാണല്ലോ BJPക്ക് ഇത്രയും നാൾ ഒന്ന് കടന്നു വരാൻ പോലും പറ്റാത്ത സാഹചര്യം ഉണ്ടായത്. UDFിൻ്റെ കോൺഗ്രസിലെയൊക്കെ ചിലരുടെ താല്പര്യമുണ്ടായി ഒരു സീറ്റിൽ ജയിച്ചു എന്നൊഴിച്ചാൽ അത് തൊട്ടടുത്ത തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിൽ ഇടതുപക്ഷം തിരിച്ച് പിടിക്കുന്ന സാഹചര്യം ഉണ്ടായി. അതൊഴിച്ചാൽ BJPക്ക് വലിയ ഒരു മുന്നേറ്റം ഇവിടെ ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. താഴോട്ടാണ് അവരുടെ വോട്ടിംഗ് പാറ്റേൺ ഒക്കെ പോയത്. അപ്പോൾ അവർ ഓരോ സമയത്ത് ഓരോ തെരഞ്ഞെടുപ്പ് വേളയിൽ ഓരോ നയവുമായി ജനങ്ങളെ കബളിപ്പിക്കാൻ ഇറങ്ങും. പക്ഷെ അതൊക്കെ നല്ല ധാരണയോടുകൂടി തള്ളിക്കളയുന്ന സമൂഹം ഇവിടെയുണ്ട്. തീർച്ചയായിട്ടും BJP ശ്രമിക്കുന്നത് BJPക്കെതിരെ ഏറ്റവും ശക്തമായ നിലപാട് സ്വീകരിക്കുന്നവരെയെല്ലാം എങ്ങനെയെങ്കിലും നേരിടണം എന്നുള്ളതാണ്. രാഷ്ട്രീയമായി ജനാധിപത്യ രീതിയിൽ ഇടതുപക്ഷത്തെ നേരിടാൻ അവർക്ക് സാധിക്കില്ല. ഇടതുപക്ഷം മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയത്തെ, നിലപാടുകളെ ഒന്നും അവർക്ക് എതിർക്കാൻ സാധിക്കുന്നില്ല. ഇപ്പോൾ ഇലക്ട്രൽ ബോണ്ട് തന്നെ 6400 കോടിയിലധികം രൂപയാണ് കോർപ്പറേറ്റുകളിൽ നിന്ന് ഇവർ ഇലക്ട്രൽ ബോണ്ടിലൂടെ വാങ്ങിയത്. ഇത് ഈ പുറത്തെത്തിയത് എങ്ങനെയാണ്? CPM കൊടുത്ത കേസിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും CPM അതിൻ്റെ നേതൃത്വം ഒക്കെ BJPയുടെ കണ്ണിലെ കരടാണ്. ആ കരട് എങ്ങനെ ഒഴിവാക്കാം എന്നുള്ളതാണ് അവർ ആലോചിക്കുക. അതിനേത് വഴിയും അവർ സ്വീകരിക്കും. അതിന് അന്വേഷണ ഏജൻസികളെ അവർ ഉപയോഗപ്പെടുത്തും, അവരുടെ അധികാരത്തെ അവർ ഉപയോഗപ്പെടുത്തും. അതൊക്കെ ഈ ജനം വളരെ ശക്തമായ രീതിയിൽ പ്രതിരോധിച്ച് ചെറുത്ത് തോൽപ്പിക്കും. കോലീബി സഖ്യം എല്ലാ കാലത്തും അവർ പരിശ്രമിക്കുന്ന ഒന്നാണ്. അവർ തെരഞ്ഞെടുപ്പിൽ BJPയുടെയും അതുപോലെ തന്നെ മറ്റ് തീവ്ര വർഗീയ നിലപാടെടുക്കുന്ന കക്ഷികളുടെയും ഒക്കെ പിന്തുണ ആർജിക്കുന്ന ഒരു രീതി ഉണ്ട്. നമ്മൾ കണ്ടതാണ് അതൊക്കെ. അതിൻ്റെ അനുഭവങ്ങൾ, പ്രത്യക്ഷമായിട്ടുള്ള ഉദാഹരണങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ മത്സരിക്കുന്ന BJPയുടെ സ്ഥാനാർത്ഥി നേരത്തെ ഇവർ നിർബന്ധപൂർവം കൊണ്ടുവന്ന് വൈസ് ചാൻസലറാക്കിയ ഒരു ആളാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ഇടപെടലിനെ കുറിച്ച് ഞങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നു. ഇപ്പോൾ കേരളത്തിൻ്റെ ഗവർണറും സർവകലാശാലയുടെ ചാൻസലറുമായിട്ടുള്ള വ്യക്തി സെനറ്റിലേക്ക് ആളുകളെ നിർദ്ദേശം ചെയ്തു. ആ സെനറ്റിലേക്ക് ആളുകളെ നിർദ്ദേശം ചെയ്തപ്പോൾ അന്ന് ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന DYFI ഒക്കെ ആരോപണം ഉന്നയിച്ചിരുന്നു, സെനറ്റിലേക്ക് എങ്ങനെയാണ് RSS നോമിനികളുടെ പേര് കിട്ടിയത്. അന്ന് 6 RSSകാരെയും RSS പ്രവർത്തകർ, BJP പ്രവർത്തകരായിട്ടുള്ള ആളുകളെയും അതോടൊപ്പം 4 കോൺഗ്രസ് പ്രതിനിധികളെയും 3 മുസ്ലിം ലീഗ് പ്രതിനിധികളെയും ഈ സെനറ്റിലേക്ക്, കാലിക്കറ്റ് സർവകലാശാലയുടെ സെനറ്റിലേക്ക് പിൻവാതിലിലൂടെ കൊണ്ടുവന്നു. അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് ആരാണ് എന്നുള്ള ചോദ്യം ഞങ്ങൾ അന്ന് ഉന്നയിച്ചിരുന്നു. അന്നും ഞങ്ങൾ പറഞ്ഞ ഒരു സംശയമുള്ള പേര് ഈ സ്ഥാനാർത്ഥിയുടെ പേരായിരുന്നു. അന്നേ ഇവരുമായിട്ടുള്ള ബന്ധം, കാരണം കാലിക്കറ്റ് സർവകലാശാലയുടെ VC ആയിരുന്നു. ആരായിരുന്നു അദ്ദേഹത്തെ VC ആക്കിയത്? അദ്ദേഹത്തിൻ്റെ എല്ലാ നിലപാടുകൾക്കും കുടപിടിച്ചു കൊടുക്കുന്ന സമീപനമായിരുന്നു ഇവിടുത്തെ മുസ്ലിം ലീഗ് നേതൃത്വത്തിലെ ചിലർക്കുണ്ടായിരുന്നത്. അദ്ദേഹം ഇവിടെ BJPയുടെ സ്ഥാനാർത്ഥിയായിട്ട് വരുമ്പോൾ പലതും നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു.